Hi everyone, we are dealing with the principles of taxation or how to attain equity in taxation. So the principles of taxation are first one cost of service principle, and second one benefit principle, and third one ability to pay principle, and fourth one Samuelson optimal allocation of society and private ones, and the last one principle of progression. In this video we are discuss only cost of service principle and benefit principle. So the first one, cost of service principle. It is an oldest principle. According to this principle, equal cost would require equal amount of taxes. Higher the cost, higher should be the tax and vice versa. അതായത് ഈ കോസ്റ്റ് ഓഫ് സർവീസ് പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇത് കൂടുതൽ കോസ്റ്റ് ആവണമെങ്കിൽ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. കുറച്ച് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. That is, according to this principle, the tax to be paid by an individual should be equal to the cost of service incurred by the government in rendering the service to him. Thus, if the government spent ₹50 for providing a particular service to A, he should pay a tax of ₹50. അതായത് ഇൻഡിവിജ്വൽ എ എന്നൊരു വ്യക്തി ഗവൺമെൻറ് തമ്മിലൊരു കണക്ഷനാണ് ഇത് പറയുന്നത്. ഗവൺമെൻറ് എ എന്നൊരു പറഞ്ഞുള്ളൊരു ഇൻഡിവിജ്വൽസിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് അതിന് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ₹50 ആണെങ്കിൽ ആ ₹50 ആയിരിക്കണം ഗവൺമെൻറ്റിന് ടാക്സായി നൽകേണ്ടത്. അതായത് എന്തൊക്കെ സർവീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. So next, the principle can be applied in the case of government services like railway, postal service, etc. But the application of this principle in taxation involves some difficulties. റെയിൽവേ, പോസ്റ്റൽ സർവീസ് പോലുള്ള ഗവൺമെൻറ് സർവീസിനൊക്കെ നമുക്ക് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ്റെ കേസിലെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വെൻ ദ ഗവൺമെൻറ് സ്പെൻഡ് സം മണി ഫോർ ദ പീപ്പിൾ അറ്റ് ലാർജ് ഇറ്റ് ഡസ് സോ ഇൻ എ ജനറൽ വേ. So the cost of service incurred for the different individuals cannot be separately calculated. അതായത് ഗവൺമെൻറ് ഇൻഡിവിജ്വൽസിനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് ആസ് എ വോളായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ടോട്ടൽ പീപ്പിൾ എന്നതിലാണ് ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ബേസിൽ ഗവൺമെൻറ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഒരു ടോട്ടൽ പീപ്പിൾ ആ ഒരു കേസിലായതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ റിക്വയർ ദ പുവർ ടു പേ ടാക്സസ് അറ്റ് ഹയർ റേറ്റ്സ് ദാൻ ദ റിച്ച്, ആസ് ദ ഗവൺമെൻറ് ജനറലി സ്പെൻഡ് മോർ ഫോർ ദ പുവർ ദാൻ ഫോർ റിച്ച്. അതായത് ഇവിടെ പറയുക പുവേഴ്സിന് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. കാരണം ഗവൺമെൻറ് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പാവപ്പെട്ടവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് ആ സർവീസ് ബെനിഫിറ്റഡ് ആയിട്ട് വരുന്നവർക്കാണ്. ആൻഡ് ഫൈനലി, ഇഫ് ദിസ് പ്രിൻസിപ്പിൾ be applied in the case of pension holders, the latter would have to pay taxes more than the amount of pensions to cover the administrative expenses for giving such pensions, but this would be absurd. അതായത് ഇപ്പോൾ ഒരു പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി അയാൾക്ക് കൊടുക്കുന്ന പെൻഷൻ്റെ തുകയേക്കാൾ കോസ്റ്റ് കൂടുതലാണ് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ. അത് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഈ പെൻഷൻ തുകനേക്കാൾ ഇരട്ടി തുക എന്തിരിക്കും ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. കാരണം അത് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പെൻഷൻ തുകയേക്കാൾ കൂടുതൽ കോസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കോസ്റ്റിനനുസരിച്ച് നമ്മൾ എന്താ പറയുക ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതായത് ഈ കോസ്റ്റ് ഓഫ് സർവീസ് പ്രിൻസിപ്പിളിൻ്റെ കേസിൽ നോക്കുക വെച്ചാൽ ഇത് പുവറാണ് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. സോ ലിമിറ്റേഷൻസ് ഓഫ് cost of service principle. The first one, the foremost problem of measuring the cost of state services and assigning them to proper beneficiaries. The main problem എന്ന് പറയുന്നത് വെച്ചാൽ ഈ സ്റ്റേറ്റ് സർവീസിൻ്റെ കോസ്റ്റ് മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോപ്പർ ബെനിഫിഷ്യറീസിനെ അസൈൻ ചെയ്തതിനുള്ളൊരു ഡിഫിക്കൽട്ടീസാണ് പറയുന്നത്. കാരണം ഈ സ്റ്റേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഇതിൻ്റെ കോസ്റ്റ് മെഷർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് difficulty of conceptual clarity of cost measures in many cases is common.
അതായത് ചില കേസുകളൊക്കെ കോസ്റ്റിൻ്റെ ക്ലാരിറ്റി മെഷർ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻസ് ഇതിൽ പറയണത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദർ ആർ സം കേസസ് ഓഫ് എക്സ്റ്റേണലിറ്റീസ് ഇൻ ദ ഫോം ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. അതായത് എക്സ്റ്റേണലിറ്റീസ് ആണ് പറയുന്നത്, അതായത് സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെയും സോഷ്യൽ കോസ്റ്റിൻ്റെയും കേസിൽ. അതാണ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് സർവീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ദ സെക്കൻഡ് വൺ, ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ. ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ബർഡൻ ഓഫ് ടാക്സേഷൻ മസ്റ്റ് ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദ ബെനിഫിറ്റ്സ് റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, ഈക്വൽ ബെനിഫിറ്റ്സ് ഈക്വൽ ടു ഈക്വൽ ടാക്സ്, മോർ ബെനിഫിറ്റ്സ് and more tax and vice versa. And the tax was the price for services performed by the states. ഇത് പറഞ്ഞു വെച്ചാൽ ഈ ഗവൺമെൻറ് നൽകുന്ന സർവീസ് ഉണ്ടാവില്ലേ, ആ സർവീസിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം നമ്മൾ ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സർവീസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിരിക്കും. അതായത് എത്ര നമ്മൾ സർവീസ് റിസീവ് ചെയ്യുന്നോ ആ പ്രപ്പോർഷനിൽ തന്നെ നമ്മൾ എന്താ പറയും ടാക്സ് പേ ചെയ്യണം. ആ ഒരു കേസാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ. സോ therefore those who derive the maximum benefit from government services such as road, hospitals, public schools and colleges should pay the maximum tax. However, if the benefit principle of taxation is followed, the government will be required to estimate how much various individuals and group benefits and set taxes accordingly. And this principle is based on the field in that one should pay for what one get. അതായത് ആരൊക്കെ ആണോ ഗവൺമെൻറ് സർവീസ് ആയിട്ടുള്ള റോഡ്, ഹോസ്പിറ്റൽസ്, പബ്ലിക് സ്കൂൾസ്, കോളേജ് എക്സെട്ര അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ റിസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. സോ നമ്മളിപ്പോൾ ബെനിഫിറ്റ്സ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആദ്യം തന്നെ എത്രത്തോളം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ഇന്ന ഗുഡ്സിലും സർവീസിലൊക്കെ ബെനിഫിറ്റഡ് ആകുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ടാക്സസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഞാൻ എന്ത് വാങ്ങുന്നോ ആ ഗുഡ്സിന് സർട്ടൻ എമൗണ്ട് പേ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് റോഡ് ടാക്സ്. റോഡ് ടാക്സ് പറയുന്നത് അതായത് നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ടോൾ ടാക്സ് അതേപോലെ തന്നെ റോഡ് ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ നമുക്കതൊന്ന് ബെനിഫിറ്റ്സാണ് കിട്ടുന്നത്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക ടാക്സ് അവിടുന്ന് പേ ചെയ്യുന്നത്. അതാണ് ഈ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഡയഗ്രാം എക്സ്പ്ലനേഷനാണ്. സോ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ടാക്സസും ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ബെനിഫിറ്റ്സുമാണ്. ആൻഡ് എ ബി ലൈൻ ഷോ ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റ് ലൈനാണ്. ആൻഡ് ഒ എം ഷോ ചെയ്യുന്നത് വോളിയൂം ഓഫ് ടാക്സും. ആൻഡ് ഒ പി ഷോ ചെയ്യുന്നത് കളക്റ്റീവ് ബെനിഫിറ്റ്സ് ആണ്. അപ്പം ഈ ഒ എം ഡാഷിലേക്ക് മൂവ് ചെയ്യുമ്പം അതിന് മീൻ ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ടാക്സ് ആണ്. അതേപോലെ ഒ പി ഡാഷിലേക്ക് മൂവ് ചെയ്യുമ്പം ഇൻക്രീസ് ഇൻ ബെനിഫിറ്റ്സ് ആണ്. അതായത് ഇത് ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ ഹയർ ദ ടാക്സസ് ഹയർ ഈസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ലോവർ ദ ടാക്സസ് ലോവർ ഈസ് ദ ബെനിഫിറ്റ്സ് ആയിരിക്കും. അതായത് ടാക്സ് കൂടുന്നതനുസരിച്ച് മീൻ ചെയ്യുന്നത് എന്താണ്, അവിടെ ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. അവിടെ ടാക്സ് കുറവാണോ അതിന് മീൻ ചെയ്യുന്നത് ബെനിഫിറ്റ്സ് കുറവായിരിക്കും. അതാണ് ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻസ് പറയുന്നത് ബെനിഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് അസംഷൻ. അതായത് ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആകണമെന്നില്ല. അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് now the government are the welfare states and provide all service for increasing the welfare of the society. So it's impossible to generalize the benefit rendered to the society for individuals. അതായത് ഈ ഗവൺമെൻറ് പ്രൊവൈഡ് സർവീസസ് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു സൊസൈറ്റീൻ്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇൻഡിവിജ്വൽസിൻ്റെ ബെനിഫിറ്റ്സ് മെഷർ ചെയ്തിട്ട് അത് ജനറലൈസിൽ എത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. So the next one, the benefit principle cannot solve the problem of income distribution and wealth. അതായത് ഇതിപ്പോൾ കൂടുതൽ വെൽത്തുള്ളവർ കൂടുതൽ ടാക്സ് പേ ചെയ്യുക, അതിപ്പം വെൽത്ത് ബേസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല.
കാരണം നമുക്ക് എത്ര ബെനിഫിറ്റ്സ് കിട്ടുന്നത് ആ ബെനിഫിറ്റ്സിനനുസരിച്ച് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അത് ഗവൺമെൻറ് സർവീസ് ചെയ്യുന്ന അത് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ എന്താ പറയുക ആ ടാക്സ് പേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ നെക്സ്റ്റ് ആ കേസ് വരുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ റിച്ച് ആൻഡ് പുവർ പീപ്പിൾ ഷുഡ് പേ ഈക്വൽ ടാക്സ് ഫോർ ദ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് വിച്ച് ഈസ് നോട്ട് ജസ്റ്റിസ്. അതായത് ഈ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റീസിന് എന്താ പറയുക ഈക്വൽ ടാക്സാണ് റിച്ചും പുവറും പേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ റിച്ച് കൂടുതൽ ടാക്സ് പേ ചെയ്യുക, പുവർ കുറച്ച് ടാക്സ് പേ ചെയ്യുക, ആ ഒരു ഇതിലല്ല പോകുന്നത്. ഇതിപ്പോൾ ആ എസെൻഷ്യൽ കമ്മോഡിറ്റീസിന് എത്രയാണോ ടാക്സ് ആ ടാക്സ് എന്താ പറയുക ഈക്വലായിട്ട് ടാക്സ് പേ ചെയ്യണമെന്ന് പറയുന്നത്. അത് റിച്ച് എന്നോ പുവർ എന്നോ ഇല്ലാതെ. അതാണ് ഇവിടെ ഒരു അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. സോ ഈ ബെനിഫിറ്റ് തിയറീസ് 2 മോഡൽസ് പറയുന്നുണ്ട്. ഒന്ന് ലിൻഡൽ മോഡലും അതേപോലെ തന്നെ ബോൺ മോഡലും. സോ ദ ഫസ്റ്റ് വൺ ബോൺ മോഡൽ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1948 ബൈ ബോവൻ ഇൻ ഹിസ് ബുക്ക് ടുവേർഡ്സ് ഓഫ് സോഷ്യൽ എക്കണോമി. അതായത് ബോവൻ 1948 അദ്ദേഹത്തിൻ്റെ ബുക്കായ ടുവേർഡ്സ് ഓഫ് സോഷ്യൽ എക്കണോമിയിലൂടെയാണ് എന്താ പറയുക ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ബോവൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ ഗുഡ് those goods and services which are consumed equally by all, the cost supplying by all beneficiaries. At the same time, we cannot ask to contribute equal cost of social goods because everyone didn't get equal satisfaction. അതായത് ഈ സോഷ്യൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ ഈക്വലി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സാണ്. ഇതിൻ്റെ കോസ്റ്റ്, അതായത് നമ്മൾ സോഷ്യൽ ഗുഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ കോസ്റ്റ് ഉണ്ടാവും. അതായത് ഇതിപ്പോൾ ഒരു മോസ്കിറ്റോനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ സംഭരണിയാണെന്ന് വിചാരിക്കുക. അത് പബ്ലിക്കലി ആകുമ്പോൾ നമുക്കത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക ആ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഈക്വൽ എമൗണ്ട് ചിലവാക്കണമെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇതിപ്പോൾ ₹100 ആണ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ 100 രൂപ പേ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഡിറൈവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ജോയിൻറ്റ് പ്രൊഡക്റ്റ്. അതായത് ജോയിൻറ്റ് പ്രൊഡക്റ്റ് പോലെയാണ് ഇത് ഉണ്ടാകുക. അതായത് കമ്പൈൻഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് മാത്രമല്ല ഒരാൾ മാത്രമല്ല എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എല്ലാവരും കൂടി ആയിട്ടാണ്, ആസ് എ വോൾ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സെക്കൻഡ് ഒരു പബ്ലിക് പാർക്ക് എക്സാമ്പിൾ പറയുക വെച്ചാൽ ഇതിപ്പോൾ ഒരു 1000 ഇൻഡിവിജ്വൽസിന് പബ്ലിക് പാർക്ക് പ്രൊവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 1000 ഇൻഡിവിജ്വൽസും ഈക്വലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ 1000 പേര് ഈക്വലിയാണ് അത് പേ ചെയ്യേണ്ടി വരുന്നത്. അതായത് അഗ്രിഗേറ്റ് ഒരു കോൺട്രിബ്യൂഷൻസ് ആണ് വേണ്ടത്. ഓരോ ഇൻഡിവിജ്വൽസ് പേ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിലായിരിക്കും. അതായത് ആ പാർക്കിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് മാർജിനൽ വാല്യുവേഷൻസ് ആയിരിക്കും. അതിനനുസരിച്ച് ആയിരിക്കും കോസ്റ്റ് പേ ചെയ്യുക. And he explained by assuming 1 social good and 2 taxpayer. That is, there are 2 individuals in the society, namely A and B. Only one type of public goods, that is X. The amount of social goods to be supplied by the government. So, that is MUA plus MUB, that is equal to MCX. Or PA raised to X plus PB raised to X, that is equal to MCX. Hence, TCX is equal to QPA raised to X plus QPB raised to X. ഇവിടെ MU ഷോ ചെയ്യുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ സോഷ്യൽ ഗുഡ് ആൻഡ് MC ഷോ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് സപ്ലൈങ് സോഷ്യൽ ഗുഡ് ആണ്. ദെൻ A and B ആർ കൺസ്യൂമേഴ്സ് ആൻഡ് X is ഷോ സോഷ്യൽ ഗുഡ്. സോ ഇവിടെ P ഷോ ചെയ്യുന്നത് ഒരു കൺസ്യൂമർ പേ ചെയ്യുന്ന പ്രൈസാണ്. ആൻഡ് Q ഷോ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് സോഷ്യൽ ഗുഡ് ആണ്. ആൻഡ് TC ടോട്ടൽ കോസ്റ്റ് ഓഫ് സപ്ലൈങ് ദ ക്വാണ്ടിറ്റി. സോ ഇവിടെ മാർജിനൽ കോസ്റ്റ് ഒരു സോഷ്യൽ ഗുഡിൻ്റെ മാർജിനൽ കോസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ എയും അതേപോലെ ഇൻഡിവിജ്വൽ ബിൻ്റെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി കമ്പൈൻ ചെയ്തിട്ടാണ്. പിന്നെ അത് സോഷ്യൽ ഗുഡിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എ എന്ന ഇൻഡിവിജ്വൽ
ഒരു ക്വാണ്ടിറ്റി ഓഫ് സോഷ്യൽ ഗുഡിന് പേ ചെയ്ത എമൗണ്ടും ആൻഡ് ബി എൻ ഇൻഡിവിജ്വൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് സോഷ്യൽ ഗുഡിന് പേ ചെയ്ത എമൗണ്ടും കമ്പയർ ചെയ്തിട്ടാണ്. നമ്മൾ ഗ്രാഫിലേക്ക് പോവുകച്ചാൽ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് സോഷ്യൽ ഗുഡും ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കമ്പൈൻഡ് യൂണിറ്റ് പ്രൈസുമാണ്. സോ ഇവിടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് OQ ആണ്. ബിക്കോസ് അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് P എന്ന പോയിന്റിലാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് PQ ആണ്. അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂട്ട്, അതായത് എന്നൊരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിമാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് QR-ഉം B എന്ന ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിമാൻഡ് പ്രൈസ് എന്നത് QN-ഉമാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ OQ ആണെങ്കിൽ, ദാറ്റ് ഈസ് OC ആണെങ്കിൽ ഡിമാൻഡ് പ്രൈസ്, അതായത് കമ്പൈൻഡ് കോൺട്രിബ്യൂഷൻസ് സപ്ലൈ പ്രൈസ് ആയ CN-കാട്ടി എന്തായിരിക്കും കൂടുതലായിരിക്കും, ദാറ്റ് ഈസ് CG ആയിരിക്കും. അതായത് കമ്പൈൻഡ് ഓഫർ പ്രൈസ് എക്സീഡ് ദ യൂണിറ്റ് കോസ്റ്റ്. അപ്പോൾ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഇൻക്രീസിങ് സപ്ലൈ ഓഫ് സോഷ്യൽ ഗുഡിലേക്ക് ഇത് ലീഡ് ചെയ്യും. അതായത് ഇവിടെ സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത് CE ആണ്, പക്ഷെ കമ്പൈൻഡ് ഓഫർ പ്രൈസ് എന്താണ്? CG ആണ്. അത് CN-കാട്ടിയും കൂടുതലാണ്. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഇൻക്രീസിങ് സപ്ലൈ ഓഫ് സോഷ്യൽ ഗുഡിലേക്ക് ഇത് എന്താ പറയുക ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക്, അതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് ഇത് ലീഡ് ചെയ്യും. അപ്പോൾ ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദ OQ-നെക്കാട്ടി കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് OD ആണെങ്കിൽ ഇവിടെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് DK ആണ് ആൻഡ് കമ്പൈൻഡ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് DL ആണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് കോസ്റ്റ് DKയും അതായത് കമ്പൈൻഡ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് DL ആണ്. അപ്പോൾ അത് DK-നെക്കാട്ടും കുറവാണ്. അപ്പോൾ ഇത് സപ്ലൈ ഓഫ് സോഷ്യൽ ഗുഡ്സിൽ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടാക്കും. സോ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ത് ചെയ്യും? OQ-ൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ഈ മോഡലിൽ ലിൻഡൽ മോഡലാണ് സെക്കൻഡ് വൺ. ഈ മോഡലിൽ ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ എറിക് ലിൻഡൽ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് എക്സ്ചേഞ്ച് തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ്. അദ്ദേഹം എക്സ്ചേഞ്ച് തിയറി ഓഫ് പബ്ലിക് ഫിനാൻസിലൂടെ ഈ മോഡൽ ഫോർമുലേറ്റഡ് ചെയ്തത്. സോ ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിസ്ട്രിബ്യൂട്ട് ടാക്സ് ബർഡൻ അമംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ടു പേ ആൻഡ് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ദ സോഷ്യൽ ഗുഡ് പ്രൊവൈഡ് ബൈ ദ സ്റ്റേറ്റ്സ്. ലിൻഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തരുടെയും എബിലിറ്റിക്ക് അനുസരിച്ചും അതുപോലെ സ്റ്റേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സോഷ്യൽ ഗുഡ് അവർ റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റ്സിനനുസരിച്ച് ആണ് എന്താ പറയുക ടാക്സ് ബർഡൻ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം യൂസ് ചെയ്ത് വെച്ചാൽ 2 ടാക്സ് പെയർ വെച്ചിട്ടാണ്, ദാറ്റ് ഈസ് 2 ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റി ആൻഡ് ട്രൈ ടു വർക്ക് ഔട്ട് ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റി. അതായത് അവർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഒപ്റ്റിമൽ ലെവല്, അതായത് ഒരു ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് എന്താ പറയുക ഇവർ ടാക്സ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഈ 2 ഇൻഡിവിജ്വൽസിനും ഒരു ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ടാണ് ടാക്സ് ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ടാക്സ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ലിൻഡൽ ഇഗ്നോർ ദ പ്രോബ്ലം ഓഫ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹം ഇവിടെ ടേക്ക് ചെയ്തത് വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകമാണ് അദ്ദേഹം ടേക്ക് ചെയ്തത്. പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനുള്ള പ്രോബ്ലം അദ്ദേഹം ഇവിടെ ഇഗ്നോർ ചെയ്തത്. പിന്നെ ലിൻഡലിൻ്റെ 3 പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിസിഷൻ റിഗാർഡിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ലെവൽ. അതായത് സ്റ്റേറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇവിടെയാണ് പറഞ്ഞത്. അവിടുത്തെ സ്റ്റേറ്റ് ആക്ടിവിറ്റീസിന് ഉണ്ടാകുമ്പോൾ അവിടുത്തെ എക്സ്പെൻഡിച്ചർ അതേപോലെ തന്നെ ടാക്സേഷൻ ലെവൽ എന്തായിരിക്കും ആ ഒരു കേസ്. നെക്സ്റ്റ് പറയുന്നത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് അലോക്കേഷൻ ഓഫ് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ അമംഗ്സ് ദ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ പറയുന്നത് വെച്ചാൽ അലോക്കേഷൻ ഓഫ് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ അമംഗ്സ് ദ ടാക്സ് പ്ലെയർ. അതായത് ഈ ടാക്സ് ബർഡൻ എങ്ങനെ ഉണ്ടാകും, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി അവർ എത്ര പേ ചെയ്യേണ്ടി വരും, ആ ഒരു കേസാണ് ഇവിടെ ലിൻഡൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ സ്റ്റേറ്റും ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് കോസ്റ്റ് സ്റ്റേറ്റ് സർവീസുമാണ്. പിന്നെ ഇവിടെ എസ് ഡാഷ് എന്ന് പറയുന്നത് സപ്ലൈ ഷെഡ്യൂൾ ഓഫ് സ്റ്റേറ്റ് സർവീസസും
സ്റ്റേറ്റ് സർവീസാണ് പറയുന്നത്. പിന്നെ ഈ ലിൻഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞ രണ്ട് ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് മെമ്പേഴ്സാണ് പറയുന്നത്, ദാറ്റ് ഈസ് എയും അതേപോലെ തന്നെ ബിയും. പിന്നെ ഡി എ എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഓഫ് എൻ്റെ ഡിമാൻഡ് കർവാണ്. ആൻഡ് ഡി ബി എന്ന് പറയുന്നത് ബീൻ്റെ ഡിമാൻഡ് കർവാണ്. ആൻഡ് ഡി ടി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ടോട്ടൽ ഡിമാൻഡ് കർവാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പബ്ലിക് ഗുഡിൻ്റെ ടോട്ടൽ ഡിമാൻഡാണ് ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡി എയും ഡി ടിൻ്റെയും കമ്പൈൻ ചെയ്യുന്ന ഡി ടി പറയുന്നത് അവർക്ക് കിട്ടുന്നൊരു ക്വാണ്ടിറ്റി ഓഫ് പബ്ലിക് ഗുഡ് ഉണ്ടാവില്ലേ, അതിന് അവർ പേ ചെയ്യേണ്ട വില്ലിംഗ് ആയിട്ടുള്ളൊരു പ്രൈസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പി എന്ന പോയിൻ്റാണ് എന്താ പറയുക, പബ്ലിക് ഗുഡിൻ്റെ ഒപ്റ്റിമം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്നുള്ളത് വിത്ത് OM ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. പിന്നെ കൺസ്യൂമർ എ എം സി കോസ്റ്റാണ്, അതായത് പെർ യൂണിറ്റിന് MC കോസ്റ്റാണ് പേ ചെയ്യുന്നത്. കൺസ്യൂമർ ബി എന്ന ആൾ MD കോസ്റ്റാണ് പെർ യൂണിറ്റിന് ഇവിടെ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ MC പ്ലസ് MD ദാറ്റ് ഈസ് ഈക്വൽ ടു MP ആയിരിക്കും പെർ യൂണിറ്റ്. അതായത് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അനുസരിച്ചിരിക്കും എന്താ പറയുക അവർ പേ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ്റിന് എങ്ങനെയാണ് നമുക്ക് സർവീസ് കിട്ടുന്നത്, ആ സർവീസിൻ്റെ ബെനിഫിറ്റ്സിനനുസരിച്ചിരിക്കും അവർ പേ ചെയ്യേണ്ടി വരിക.